മൂന്നാം ലോക മഹായുദ്ധ ഭീഷണിയെ മനുഷ്യത്വവും കാരുണ്യവും കൊണ്ട് നേരിടണമെന്ന് ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ആത്മീയ നേതാവ് ഹദ്രത്ത് മിർസ മൻസൂർ അഹമ്മദ് സാഹിബ് മുന്നോട്ട് വെച്ച മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ ഘടകം കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും സമാധാനത്തിലേക്കുള്ള പാതയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഫാദർ പോൾ തേലേക്കാട്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മൂന്നാം ലോകമഹായുദ്ധ ഭീഷണിയെ മനുഷ്യത്വവും കാരുണ്യവും കൊണ്ട് നേരിടണമെന്ന് ഫാദർ പോൾ തേലേക്കാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 20ഓളം വർഷങ്ങളായി ലോകമഹായുദ്ധമുണ്ടായാൽ വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് സാധാരണ ജനങ്ങളെ ജാഗരൂകരാക്കുകയും ലോകത്തിന്റെ വിവിധ പാർലമെന്റുകളിൽ നേതാക്കളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തുവരുന്ന അഹമ്മദിയ ഖലീഫയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവം മനുഷ്യരെ അല്ലെങ്കിൽ ദൈവിക മനുഷ്യരെ ദൈവത്തിന്റെ അവതാര പുരുഷന്മാരെ നിയോഗിച്ചയച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇന്ത്യയിലും ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും സൊറാത്തറും കൺഫ്യൂഷ്യസും അതേപോലെ തന്നെ അബ്രഹാമും യേശുവും എല്ലാ ലോകത്തിന്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം തന്നെ മനുഷ്യന്റെ ആത്മീയ പുരോഗതിക്ക് ദൈവം മനുഷ്യരെ നിയോഗിച്ചയച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ മനുഷ്യൻ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആരെയും വെറുക്കാതിരിക്കുക, എല്ലാ ആയുധങ്ങളും താഴെ വയ്ക്കുക, ഔന്നത്യം ശ്രേഷ്ഠതയും മഹത്വവുമാണെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് തൻ്റേത് മാത്രമാണ് ശരിയെന്നുള്ള വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി ന്യൂസ്, എറണാകുളം.